ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞാനൊരു പുട്ടിൻ്റെ വീഡിയോ ഇട്ടപ്പം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അപ്പോൾ ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇതുപോലെ എളുപ്പത്തിലുള്ളത് പറഞ്ഞു തരാനായിട്ട് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രകാരം ഞാനിന്നൊരു ഏറ്റവും സിമ്പിളായിട്ട് ഒരു കൊഴുക്കട്ടയാണ്, മസാല കൊഴുക്കട്ട. അപ്പോൾ അതാണ് ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇത് വളരെ സോഫ്റ്റാണ്, വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഞാൻ പെട്ടെന്ന് ഒരു ഇടിയപ്പത്തിന് വേണ്ടി എടുത്ത മാവിൽ ഇതിൽ പെട്ടെന്ന് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ 3 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ആ വറുത്ത പൊടി. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ മാവിലേക്ക് ഞാൻ നന്നായിട്ട് വെട്ടി തിളപ്പിച്ച വെള്ളം 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിനി കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. ഈ വെള്ളം ഇതൊന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് കൈ കൊണ്ട് ഒന്ന് കുഴയ്ക്കാൻ പരുവം വരെ ഒന്ന് തണുക്കട്ടെ. മാവ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് തണുത്തിട്ടില്ല, എന്നാൽ കൈ ഒന്ന് വെച്ച് കുഴയ്ക്കാൻ പരുവമായിട്ടുള്ള ആ ഒരു ഇത് വന്നിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ബാക്കി വെള്ളം കൊണ്ട് എനിക്ക് ആവശ്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനതിൽ നിന്ന് കുറച്ച് മാവ് മാറ്റിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് മാവിൽ നിന്നാണ് കുറച്ച് ഞാൻ മാറ്റിയത്. അപ്പോൾ ഈ മാവാണ് ഞാൻ ഇനി ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഈ മാവിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ മാവ് കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് തന്നെ തേച്ച് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല ഒരു സോഫ്റ്റ്നെസ് വേണം, എങ്കിലേ നമ്മൾ ഈ ബൗൾസൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴയ്ക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ച് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് രീതിയിൽ തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ കുഞ്ഞു ഉരുളകളാക്കി എടുത്ത് ഈ കാണുന്ന സൈസിൽ ഒന്ന് ഉരുട്ടി ഒന്ന് നല്ലൊരു ഷേപ്പിനൊരു ബോളാക്കി എടുക്കുക. അതാണ് ഇനി വേണ്ട. ഈ മാവിന് മുഴുവനും ഇത്രയും ഒരു വലിപ്പത്തിൽ തന്നെ നമ്മളൊരു നല്ല ഒരു ഷേപ്പിലോട്ട് ഒന്ന് ഉരുട്ടിയെടുത്ത് വെക്കണം. ഇതുപോലെ ഞാൻ എല്ലാ മാവും ഒന്ന് ഉരുട്ടിയെടുത്ത് കാണിക്കാം. ഞാനിപ്പം ആ സൈസിന് തന്നെ നേരത്തെ കാണിച്ച അതേ സൈസിൽ എല്ലാ മാവും ഇതുപോലെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇതേപോലെ. അടുപ്പത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഞാൻ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഒരു റിങ്, അതായത് ഇതുപോലത്തെ ഒരു റിങ് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. ഈ റിങ്ങിൻ്റെ മേളിൽ ഒരു പരന്ന ഒരു തട്ട് എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതി. ഞാനിപ്പോൾ ഇതെടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഇതിൻ്റെ മേളിൽ നമ്മുടെ ഈ ഉരുട്ടി വെച്ച എല്ലാ ബോൾസും ഒന്ന് നിരത്തി വയ്ക്കാം. ഇത് ഇനി ഒരു അടപ്പ് വെച്ച് അടച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക. അതുവരെ നോക്കാം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ്, നന്നായിട്ട് നോക്കുമ്പോൾ തന്നെ കാണുമ്പോൾ അറിയാം, നല്ല സോഫ്റ്റ് ബോൾസാണ്. കാണാമല്ലോ. ഇനി ഒരു പാന് അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കടുക് കൂടി ഇടുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 2 തണ്ട് കറിവേപ്പില കഴുകി ഇതിലേക്കിട്ട് ഇടുക. സോറി ഡിയേഴ്സ്, എൻ്റെ ക്യാമറ ഓഫായിരുന്നു, അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ കരിവേപ്പില ഇട്ട സമയത്ത് തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് ക്രഷ്ഡ് ചില്ലി ഇട്ടു. പിന്നെ 1 ടീസ്പൂണ് നമ്മുടെ സാധാരണ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 3 ടേബിൾ സ്പൂണ് നമ്മുടെ ഉള്ളി, പിന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി പരുവാക്കിയിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഞാൻ നമ്മൾ ആവിയിൽ വേവിച്ച് നമ്മുടെ ബോൾസ് ഇട്ട് നന്നായിട്ടൊന്ന് ഇട്ട് സോട്ട് ചെയ്തെടുക്കണം. നല്ല എന്ന് വെച്ചാൽ ഇതിനകത്തും പുറത്തും ഒക്കെ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും ഇതിൻ്റെ മസാല പിടിക്കത്ത രീതിയിൽ തന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇത് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ മസാലയൊക്കെ വല്ലാതെ തന്നെ കരിഞ്ഞ് പിടിച്ചങ്ങ് പോവും. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു 5-10 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണേ. സത്യത്തിൽ നമ്മൾ ഈ മാവിൻ്റെ ബോൾസ് ഇങ്ങനെ നമ്മൾ ഈ മസാലയിൽ സോട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് കാണാൽ
നമ്മൾ നമ്മുടെ ഈ കാടമുട്ടയൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ നമ്മൾ ഈ മസാലയിൽ നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചതുപോലെ ഇതിരിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്, അത്രയ്ക്കും സോഫ്റ്റാണ്. ഇത് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ രാവിലത്തെ നമ്മുടെ പ്രാതലിനോ അല്ലെങ്കിൽ നമ്മൾ വൈകിട്ട് ഒരു സ്നാക്സോ ഡിന്നറോ എങ്ങനെ വേണമെങ്കിൽ അതിലൊരു സ്റ്റാർട്ടറായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാം. എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഇതാ ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ മസാല വെച്ചാണ് ഇത് കഴിക്കേണ്ടത്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കേണ്ടത്. അപ്പം ഇതിന് വേറെ സൈഡായിട്ട് ഇനി ഇറച്ചി എന്തെങ്കിലും വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ ഇത് ഈ രീതിയിൽ തന്നെയാണ് ഇത് കഴിക്കേണ്ടത്. ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കഴിച്ച് തന്നെ അതിൻ്റെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഇനിയൊരു പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം.